ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. നല്ല ചൂടുള്ള നേരമാണ്, സമ്മറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ്. നമുക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ കാണാം, നല്ല മലകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമ്മൾ പ്രകൃതിയോട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ നല്ലൊരു ആംബിയൻസിലെ സ്ഥലങ്ങൾ വേണം നമ്മൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ വീഡിയോ എടുക്കാൻ. അപ്പോൾ ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് കിയയുടെ സിറോസാണ്. ഇപ്പോൾ കിയ ആ ഒരു ലൈനപ്പിലേക്ക് വന്ന പുതിയൊരു മോഡലാണ് സിറോസ്. ഒരു SUV ക്യാരക്ടറോട് കൂടിയ ഒരു വാഹനമാണ് നമ്മുടെ ഈ ഒരു കിയ സിറോസ്. ആക്ച്വലി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫസ്റ്റ് സെഗ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയിൽ നമ്മൾ പങ്കുവെക്കാം. സോ എല്ലാവർക്കും മോട്ടോ പ്രൈമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ നമ്മുടെ കിയയുടെ ആ ഒരു പുതിയ റീചേഞ്ച്ഡ് ലോഗോ അവിടെ കാണുന്നുണ്ട്. അതുപോലെ സിറോസ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും നമുക്ക് ആ ഒരു ലെറ്ററിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഹാറിനൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ആക്ച്വലി ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഫ്രണ്ടിൽ ക്യാമറ കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറ ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ആക്ച്വലി ഇതൊരു HTX+ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം. നമുക്കിവിടെ ആ ഒരു സ്റ്റാർ ലാമ്പ് LED DRLs ആണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ്സും ഒരു ഐസ് ക്യൂബ് ലൈറ്റ്സാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഫുൾ LED ആണ്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു കവറിങ് പോലെ നമുക്കിവിടെ ഒരു ഫിനിഷിങ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്കൊരു ഫിനിഷിങ് അവിടെ കാണാം. അതിൽ ചെറിയൊരു ക്രോം ട്രീറ്റ്മെൻറ്റും അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ആ ഒരു ക്ലോസ്ഡ് ആണ് ഗ്രില്ല് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം. ഒരു എയർഡ്രാമും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ചെറിയൊരു പാർട്ട് മാത്രമേ ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളൂ. സെൻസേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവിടെ കാണാം. ആൻഡ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇതൊരു ഫ്രോസ്റ്റ് ബ്ലൂ എന്നുള്ളൊരു കളറാണ് ഈ ഒരു വാഹനത്തിൽ. ഒരു സ്പെഷ്യൽ കളറാണ്, ഇപ്പോൾ റീസെൻ്റ്ലി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇവിടെ ആ സ്കിഡ് പ്ലേറ്റിലൊക്കെ ചെറിയൊരു സിൽവർ കളേഴ്സൊക്കെ അവിടെ കാണുന്നുണ്ട്. ആൻഡിനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ആ ഒരു വീല് വന്നിട്ടുള്ളത്. ആൻഡ് 215/55 17 ഇഞ്ച് വീലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ആ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ട്. അതിനോടൊക്കെ ചെറിയൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷും അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ബോഡി കളേർഡ് മിറേഴ്സ് തന്നെയാണ്. അതിൽ ഇൻഡിക്കേറ്റേഴ്സ് കാണാം. അതുപോലെ തന്നെ ഒരു ക്യാമറയും നമുക്ക് അവിടെ കാണുന്നുണ്ട്. ആൻഡ് ഫ്ലഷ് ബാക്കാണ് ഡോർ ഹാൻഡിൽസ് വന്നിട്ടുള്ളത്. എന്തായ പ്ലേറ്റിങ്ങും കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണുന്നത്. അതും ചെറിയ ഡിസൈൻസ് കുറച്ച് ബൾജായിട്ട് നിൽക്കുന്ന ഒരു പോലെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് ഈ ഒരു ഭാഗമാണ് ഈ ഒരു സിറോസിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നത്. കാരണം നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള ആ ഒരു നല്ലൊരു വീതി നമ്മുടെ ഈ ഒരു B പില്ലറിൽ നമുക്കിവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. ആൻഡ് ബ്രിഡ്ജ് റൂഫ് റെയിൽസ് ആണ് വന്നിട്ടുള്ളത്. ആ ഒരു ചെറിയൊരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ആൻഡ് ഇവിടെയൊക്കെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് പോലെ അവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് C പില്ലറിൽ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി പോലെയാണ് ഇവിടെ. ആൻഡ് ഈ ഭാഗത്തൊക്കെ. ആൻഡ് ഇവിടെ അഡ്വഞ്ചർ എന്നുള്ള ചെറിയൊരു ബാഡ്ജിങ് നമുക്ക് ഈ ഒരു വാഹനം ആക്ച്വലി നമ്മളൊരു ചെറിയൊരു അഡ്വഞ്ചർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇവിടെയാണ് നമ്മുടെ ആ ഒരു ഫ്യൂവൽ ഗേജിൻ്റെ ഓപ്പണർ ഇവിടെ വന്നിട്ടുള്ളത്. അത് നമുക്ക് തന്നെ 45 ലിറ്റേഴ്സാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. ആൻഡ് റിയറിൽ വരുമ്പോൾ ലൈറ്റ്സ് കുറച്ച് ഈ സൈഡിലായത് കുറച്ച് പ്രശ്നമായിട്ട് തോന്നാം, പക്ഷേ സാരമില്ല. ആൻഡ് ഇവിടെ നമുക്കൊരു ഷാർപ്പിൻ്റെ തന്നെ കാണാൻ ചെറിയൊരു ഡിഫോ ലൈൻസും നമുക്കെല്ലാം കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് പോലെ നമുക്കിവിടെ ഒരു സ്പോയിലർ പോലെ നമുക്ക് അവിടെ കാണാം. ആൻഡ് അതിന് വൈപ്പേഴ്സ് എല്ലാം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കിയയുടെ ആ ഒരു ലോഗോ അവിടെ കാണാം. സിറോസ് എന്നുള്ള ബാഡ്ജിങ് അവിടെ ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് ആണ് എന്നാണ് ഈ ഒരു വാഹനത്തിനെ സൂചിപ്പിക്കുന്നത്. അതിനൊരു ക്യാമറ നമുക്ക് ഇവിടെയും കാണാം. ആൻഡ് ബൂട്ട് ഓപ്പൺ ചെയ്താൽ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. 465 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. ചെറിയൊരു പാസ്റ്റലിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട്. ഒരു ലൈറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് സ്പീക്കറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാം. താഴെ ഒരു ചെറിയൊരു സ്പെയർ വീലും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കണ്ടതുപോലെ തന്നെ റിയറിലും നമുക്ക് ആ ഒരു ലൈറ്റ്സ് ട്രീറ്റ്മെൻറ്റ് നമുക്കൊരു DR പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ആ റിവേഴ്സ് ലൈറ്റ്സ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യമെല്ലാം നമുക്ക് ഇവിടെയും കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു കവറിങ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ലൈറ്റ്സിനെ സംബന്ധിച്ച്. അതിനൊരു ക്ലാഡിംഗ് ഒക്കെ മൊത്തം നമുക്ക് കവർ ചെയ്ത് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി റിയറിൽ നോക്കുമ്പോൾ നമുക്കിവിടെ ഒരു റിയർ ബ്ലൈൻഡ് നമുക്കിവിടെ കാണാം. ആൻഡ് ഇവിടെ വെന്റിലേഷൻ്റെ ആണ് ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഡോർ ഹാൻഡിൽസിൻ്റെ ഒക്കെ ഡിസൈൻ ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു സ്പേസ് ഇവിടെ കാണാം, ചെറിയൊരു സ്പേസ് ഇവിടെയുണ്ട്. നമ്മുടെ വിൻഡോ കൺട്രോളിങ്ങിൻ്റെ ഇവിടെയാണ്. ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ ഹാർമൻ കാർഡൻ സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ചെറിയൊരു ഓറഞ്ച് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ കാണാം. അത് അവിടെയൊക്കെ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ആ ഒരു ഓറഞ്ച് ട്രീറ്റ്മെൻറ്റ് ഇവിടെ കാണാം. അങ്ങനെ സ്മാർട്ട് പ്യുവർ എയറിൻ്റെ ആ ഒരു സ്ക്രീൻ നമുക്ക് ഇവിടെ കാണാം. AC vents ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ 2 Type-C
USB സ്ലോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്പേസ് എവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ കാണണം എന്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ലെഗ് സ്പേസ് എന്താണെന്നുള്ളത്. ആൻഡ് വെന്റിലേറ്റഡ് സീറ്റ്സാണ്, ലെതറിക് സീറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 കപ്പ് ഹോൾഡേഴ്സിന് കൊടുത്തുള്ള ഒരു ആംബ്രസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വാഹനം റിക്ലൈൻ ചെയ്യാൻ കഴിയും. ഇങ്ങനെ കൊടുത്തിട്ട് ഉണ്ടോ, നമുക്ക് റിക്ലൈൻ ചെയ്യാൻ കഴിയും എങ്ങനെയാണെങ്കിലും. ഇങ്ങനെ നമുക്ക് റിക്ലൈൻ ചെയ്ത് ഇരുന്ന് യാത്ര ചെയ്യാൻ ഈ ഒരു വാഹനത്തിൽ തീർച്ചയായിട്ടും കഴിയുന്നുണ്ട്. ആൻഡ് ഒരു പനോരമിക് സൺറൂഫ് നമുക്ക് ഇവിടെ വരെ വരുന്നുണ്ട്. പിന്നെ നല്ലൊരു വിസിബിലിറ്റി ഏരിയ നമുക്ക് നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രാബ് ഹാൻഡിൽ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്രണ്ടിലേക്കുള്ള ആ ഒരു വ്യൂ വരുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് വരുമ്പോൾ 2 ബോട്ട് ഹോൾഡേഴ്സിൻ്റെ സ്പേസ് ഇവിടെ കാണാം. ചെറിയ സ്പേസ് ഇവിടെ ഉണ്ട്. നമ്മുടെ വിൻഡോ കൺട്രോൾ മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ബാക്കിലാണ് അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. വെന്റിലേറ്ററിൻ്റെ ആ ഒരു ബട്ടൺ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു കവറിങ് വേറൊരു കളർ ടോണിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഒരു ഗ്ലോസി ഫിനിഷിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ സീറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ നമുക്ക് ഇവിടെ റീക്ലൈൻ ചെയ്യാനും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോളിങ്, അതിൻ്റെ ഓട്ടോ ഹോൾഡ്, ഇലക്ട്രോണിക് പാർക്ക് ബ്രേക്കിൻ്റെതാണ്. ESPയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. AC vents ഇവിടെയാണുള്ളത്. നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോൾ കാര്യങ്ങളെല്ലാം ഇവിടെയാണ്, ഇൻഡിക്കേറ്റേഴ്സിൻ്റെത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വിൻ വൈപ്പേഴ്സ് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഇനി ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ഗ്ലോ ബോക്സ് നമുക്ക് ഇവിടെ കാണാം. ആൻഡ് 64 ആംബിയൻ ലൈൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അത് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് പനോരമിക് സൺറൂഫിൻ്റെതാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ചൂടായതുകൊണ്ട് നമ്മൾ വല്ലാതെ ഓപ്പൺ ചെയ്യുന്നില്ല. ആൻഡ് ലൈറ്റ്സിൻ്റെതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ആൻഡ് ചെറിയൊരു ഗ്ലാസ് ഹോൾഡർ അവിടെ കാണാം. ആൻഡ് ഇവിടെ SOS, കിയ കണക്റ്റ് മറ്റു കാര്യത്തിൻ്റെ എല്ലാം ഇവിടെയും കാണുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മളിപ്പോൾ കണ്ട 30 ഇഞ്ചിൻ്റെ ആ ഒരു സ്ക്രീന്. ആക്ച്വലി ഇത് 3 സ്ക്രീനാണ്. ഒരു 12.5 ഇഞ്ച്, 12.5 ഇഞ്ച്. ആൻഡ് ഇവിടെ ഒരു 5 ഇഞ്ചിൻ്റെ ആണ് സ്ക്രീൻ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഇത് നമ്മുടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മറ്റേ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ നമുക്ക് ഇവിടെയാണുള്ളത്. ആൻഡ് ഇതിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററോ കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട്. ആൻഡ് ഇവിടെ സെറ്റപ്പ്, മീഡിയ, പിന്നെ വോളിയം കൺട്രോളിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ വെറുതെ കൊടുത്തതാണ്. സെർച്ച്, മാപ്പ്, ഹോം കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉണ്ട്. ആൻഡ് ഹസാർഡ് വാർണിങ്ങിൻ്റെ ഉണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു AC vents നമുക്ക് ആ ഒരു കളർ സ്റ്റിച്ചിങ് നമുക്ക് ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ AC-യുടെ ആ ഒരു ഫാൻ സ്പീഡിൻ്റെ ഇവിടെയാണ്. പിന്നെ മോഡിൻ്റെത്, പിന്നെ ടെമ്പറേച്ചർ കൺട്രോളിങ് ഇവിടെ ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് 2 Type-C ചാർജർ സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ അപ്പോൾ എന്തായാലും നമുക്ക് ഈ വാഹനത്തിൻ്റെ എഞ്ചിനൊന്ന് പോയി നോക്കാം. വയർലെസ് ചാർജിങ്ങിൻ്റെ പാഡ് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇതാണ് നമ്മുടെ ആ ഒരു ഗിയർ നോബ് പറഞ്ഞിട്ട് ഒരു ബോളാണ് നമുക്ക് പറയാം. ഇതിൻ്റെ കൺട്രോളിംഗ് ഒക്കെ വൈറസായി. ഇതിലും ഒരു ചെറിയൊരു ഓറഞ്ച് ടച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ ബട്ടൺ അവിടെ ഉള്ളത്. ആൻഡ് ഇവിടെ പാർക്കിങ്ങിൻ്റെതാണ് നമുക്ക് ഇവിടെ കാണുന്നത്, പാർക്കിംഗ് സെൻസേഴ്സിൻ്റെത്. ആൻഡ് ഇവിടെ പാർക്ക് ക്യാമറയുടെ നമുക്ക് ഇവിടെ കാണാം. ഇതൊക്കെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വാഹനം പോകുന്നതും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ആൻഡ് ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിലും ചെറിയ ബോട്ടിൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കതിങ്ങനെ വെക്കാൻ കഴിയും. അവിടെ കാണുന്നുണ്ടോ? ആൻഡ് ഇവിടെ ചെറിയൊരു സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സുകൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ആ ഒരു കട്ട് സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. ആൻഡ് അതിൻ്റെ കിയയുടെ ആ ഒരു ബാഡ്ജിങ് അവിടെ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് ക്രൂസ് കൺട്രോളിങ്ങിൻ്റെതാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആൻഡ് പിന്നെ മറ്റ് കൺട്രോളിങ് ഇവിടുത്തെ കൺട്രോളിങ് ഫുള്ള് ഇവിടെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോളെല്ലാം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കാണോ. അതിനിവിടെ ആ ഒരു പിന്നെ അതുപോലെ തന്നെ ഡ്രൈവ് മോഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പോർട്ട്, എക്കോ, നോർമൽ അങ്ങനെ വരുന്നുണ്ട്. അതിനിവിടെ ട്രാക്ഷൻ മോഡ് വന്നിട്ടുണ്ട്. സ്നോ, മഡ്, സാൻഡ് അങ്ങനെ വന്നിട്ടുണ്ട്. അതിനിവിടെ മോഡുകളിൽ നമുക്ക് ഇവിടെയാണ് കണക്ഷൻ. അതായത് നമ്മുടെ ഇത് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെതും ഇത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെതാണ് വന്നിട്ടുള്ളത്. എനിവേ ഭയങ്കര രസമായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഇൻറ്റീരിയറും ഡ്രൈവും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു എൻജിൻ നമുക്ക് കാണിച്ചുള്ളത്. ആക്ച്വലി ഇതൊരു 1.5 ലിറ്റർ CIDI എൻജിനാണ് വന്നിട്ടുള്ളത്. 1493 cc ആണ്. 85 കിലോ വാട്ടാണ് പവർ വന്നിട്ടുള്ളത്. 280 Nm ടോർക്കും വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ഓട്ടോമാറ്റിക്കാണ് ഈ ഒരു ഡീസൽ വേരിയൻറ്റിൽ വന്നിട്ടുള്ളത്. ഇനി നമ്മുടെ സ്മാർട്ട് സ്ട്രീം 1 ലിറ്റർ GDA പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്.
അത് വരുന്നത് 998 cc ആണ്. അത് 88.3 kWh പവറും 172 Nm ടോർക്കും വരുന്നുണ്ട്. അതിൽ 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 7 സ്പീഡ് DCT ആണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു 2 വീൽ ഡ്രൈവ് വാഹനമാണ്, ഫ്രണ്ട് വീൽ 2 വീൽ ഡ്രൈവ് ആണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് കിയ സെറോസിൻ്റെ HTX+ ഓപ്ഷണൽ വാഹനമാണ്. ഇതൊരു 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 6 സ്പീഡ് മാനുവലും അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കും ഈ ഒരു ഡീസൽ വേരിയൻറ്റിലുണ്ട്. അതിന് പെട്രോൾ വെക്കുന്നുണ്ടെങ്കിൽ 7 സ്പീഡ് DCTയും അതുപോലെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. നമ്മളിപ്പോൾ ഒരു വലിയ ഒരു ഇറക്കം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇറക്കം നമ്മൾ നേരെ കയറിയതാണ്. ആൻഡ് അത് നമുക്ക് ഈ ഒരു പ്രശ്നം നമുക്ക് ഈ ഒരു കയറ്റത്തിൽ ഫീൽ ചെയ്യത്തില്ല. ആക്ച്വലി നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. നല്ലൊരു മൗണ്ടൻ റേഞ്ചിലൂടെയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര നല്ലൊരു ഡ്രൈവ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴത്തൊന്നും നടത്തിയിട്ടില്ല. ഒരു പ്രശ്നവും നമുക്കിപ്പോൾ ഈ ഒരു ഇതിൽ കിട്ടിയില്ല. പിന്നെ വെച്ചാൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ, സമ്മർ തുടങ്ങി വരുന്ന ആ ഒരു നേരമാണ്. നമ്മൾ കാണുന്നുണ്ടാവും ഒരു പച്ചപ്പും അതുപോലെ തന്നെ ആ ഒരു മഡ് നിറഞ്ഞ കളർ പോലെയാണ് നമുക്കിപ്പോൾ ആകെ കാണുന്നത്. ആ ഒരു ക്ലൈമറ്റിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോൾ, ഈ സ്പെഷ്യൽ വാഹനത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇതിൽ എക്സ്ട്രാ പറയാനുള്ളത് വെച്ചാൽ ഫുൾ പനോറമിക് സൺറൂഫ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 4 സീറ്റിലും വെന്റിലേറ്റഡ് സീറ്റ്സാണ് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു ഹോട്ട് ക്ലൈമറ്റിൽ ആ വെന്റിലേഷൻ നമുക്ക് നിർബന്ധമാണ്. പക്ഷേ നമുക്ക് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് അതിപ്പോൾ റിയറിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റിയറിൽ റിക്ലൈൻ സീറ്റ്സും വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ കൂടുതൽ പേര് ആക്ച്വലി ഈ ഫ്രണ്ടിൽ മാത്രമേ ഇരിക്കാറുള്ളൂ. അതിൽ നിന്നും മാറിയിട്ട് ബാക്കിൽ ഇരിക്കാനും താല്പര്യം വരാൻ വേണ്ടിയിട്ടാണ് കിയ സെറോസ് അങ്ങനത്തെ ഒരു ഫീച്ചർ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സേഫ്റ്റി നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ 16 അഡാസ് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആൻഡ് അതിൽ ഒരുപാട് ഹിൽ ഓട്ടോ ഹോൾഡ് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹിൽ അസിസ്റ്റ്, കൊളീഷൻ അസിസ്റ്റ്, ലെയിൻ ഡിപ്പാച്ചർ അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടിയ കുറച്ച് ആളുകളാണ്. സിംഹപാലം കുരങ്ങുകളാണ് അല്ലേ? അതെ, അവർ തന്നെയാണ് ഇവിടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ബാക്കിലിരുന്ന് യാത്ര ചെയ്യാണ്. നല്ലൊരു വെറൈറ്റി എന്താ വേറൊരു ലേഔട്ടിലാണ് നമ്മളിപ്പോൾ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാവും നല്ലൊരു കുന്നുമലയൊക്കെ കയറിയിട്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം നമുക്കിവിടെ ബാക്കിലിരിക്കുമ്പോൾ നമുക്കത് തോന്നുന്നില്ല. ഞാൻ ചെറിയ മോശമായിട്ടുള്ള റോഡുകളിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാണുന്ന കാഴ്ചകളൊക്കെ അതിമനോഹരമാണ്. ഇപ്പോഴത്തൊന്നും നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വീഡിയോ ചെയ്യാൻ അങ്ങനത്തെ ലൊക്കേഷനിൽ നമ്മൾ എത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. നല്ല ലൊക്കേഷൻസ് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിരുന്നത് നമ്മൾ വേറെ സ്ഥലത്തായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സ് 200 മീറ്റേഴ്സ് മാത്രമേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷനിൽ ഈ ഒരു ലൊക്കേഷൻസിൻ്റെ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് ഏകദേശം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം തന്നത് DKH കിയയുടെ ഫെസ്റ്റി ഔട്ട്ലെറ്റായ എടവണ്ണയിലുള്ള ആ ഒരു ഔട്ട്ലെറ്റിൽ നിന്നാണ്. അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ലൊക്കേഷനൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുമായി വന്നിട്ടുള്ള എന്ത് കാര്യങ്ങളെന്ന് നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ തീർച്ചയായിട്ടും വരും. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, ബൈ ബൈ.